അൽഹംദുലില്ലാ, അങ്ങനെ ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിലെ മൂന്നാമത്തെ തവണയും നമ്മൾ ഗസയിലേക്ക് നോമ്പ് തുറക്കാനുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുത്തു. في هذا اليوم 11 من شهر رمضان شهر البذل والخير والإحسان والعطاء لا زلنا مستمرين معكم لنقوم بإعداد وتجهيز وجبات الإفطار للصائمين لأهلنا في شمال قطاع غزة، وذلك العمل بتبرع كريم من شمال الشهيد ومتابعيه عبر وسائل التواصل الاجتماعي. فشكرا لكل من ساهم وتبرع في هذا العمل العظيم وبارك الله فيكم جميعا. ഇതിനുവേണ്ടി സഹകരിച്ച ഒരുപാട് പേരുണ്ട്, സാമ്പത്തികമായി സഹായിച്ച ഒരുപാട് പേരുണ്ട്. അവർക്കെല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. شكرا لكم كثير كثير. ഈ നോമ്പ് സമയത്ത് ആ ഗസയിലെ ജനങ്ങളെ ചേർത്ത് പിടിച്ച നിങ്ങൾ ഓരോരുത്തരോടും എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. ഇതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ ഇറാനിൽ നടക്കുന്ന ഒരു യുദ്ധവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗസയിലെ അതിർത്തികൾ മുഴുവനും ഇസ്രായേൽ ഭരണകൂടം അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുറത്തുനിന്നും ആവശ്യ സാധനങ്ങളൊന്നും തന്നെ ഗസയിലേക്ക് കടത്തിവിടുന്നില്ല. ഗസയിലാകട്ടെ ആവശ്യ സാധനങ്ങൾക്ക് വിലയും കൂടുകയാണ്. അത്തരം ബുദ്ധിമുട്ടേറിയ ഒരു സാഹചര്യത്തിലൂടെ, പ്രയാസത്തിലൂടെയാണ് ഈ റമളാൻ മാസത്തിൽ നോമ്പ് സമയം ഗസയിലെ ജനങ്ങൾ കടന്നു പോകുന്നത്. അല്ലെങ്കിലും അതങ്ങനെ തന്നെയാണല്ലോ. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് എവിടെ യുദ്ധമുണ്ടായാലും അതിൻ്റെ പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഗസയിലെ നിരപരാധികളായ പാവപ്പെട്ട മനുഷ്യരാണ്. ഒരുപാട് പ്രയാസങ്ങളിലൂടെ ആ മനുഷ്യർ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് ഈ പരിശുദ്ധമായ റമളാൻ മാസത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയിൽ ആ ഗസയിലെ ജനങ്ങളെയും ചേർത്ത് പിടിക്കുക. അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ദുആ ചെയ്യുക.